നമസ്കാരം. പലപ്പോഴും അതിർത്തികളിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിർത്തി തുറക്കുന്നവർ എന്നുള്ള ചീത്ത പേര് ലഭിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യം കൂടിയായ ചൈന. ചൈനയുടെ എല്ലാ അതിർത്തികളും നമ്മൾ മാത്രമല്ല, മറിച്ച് അവരോട് ചേർന്ന് കിടക്കുന്ന ചെറു രാജ്യമോ വലിയ രാജ്യമോ ആയിക്കോട്ടെ, അവിടെയെല്ലാം അതിർത്തിയിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചൈന പണ്ട് മുതൽ പിന്തുടർന്നു പോരുന്ന ഒരു തന്ത്രം കൂടിയാണ്. ഇപ്പോഴിതാ അതേ തന്ത്രം തന്നെ ചൈന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പയറ്റുകയാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലാണ് ഇത്തവണ ചൈനയുടെ ഒരു പുതിയ തന്ത്രം ഒരുങ്ങിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപമുള്ള ആളൊഴിഞ്ഞ വില്ലേജുകളിൽ അല്ലെങ്കിൽ ജനതാമസം വളരെ കുറവുള്ള വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ചൈനയുടെ പൗരന്മാരെ ഇവർ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പ്രീമിയം പങ്ക്തിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 മുതൽ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തികളിലുടനീളം ചൈനീസ് പൗരന്മാർ അവരുടെ മോഡൽ സിയോക്കോങ് അതിർത്തി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കയ്യേറ്റം തുടങ്ങിയതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. താഴ്വരകളിൽ ഉൾപ്പെടെ ചൈനീസ് പൗരന്മാരെ ചൈന പറഞ്ഞയക്കുന്നു താമസിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തെന്നാൽ, അരുണാചൽ പ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലാണ് ഈ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യേറ്റം എന്നതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും അവരുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഈ ഒരു ആക്ച്വൽ കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലുമാണ് ഈ ഒരു പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലെ വലിയൊരു ആശങ്ക എന്തെന്നാൽ, ഇത് ചൈനീസ് പൗരന്മാർ തന്നെയാണോ അതോ ചൈനീസ് പട്ടാളക്കാരാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്കറിയാം, ഇതിനുള്ള ഒരു മറുതന്ത്രം ചൈന ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ തന്ത്രത്തിനുള്ള മറുപടി ഇതിനു മുൻപ് തന്നെ ഇന്ത്യ കൊടുത്തതാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിർത്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ അതിർത്തി ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട പ്രേത ഗ്രാമങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവിടെ വലിയ രീതിയിലുള്ള വികസനം എത്തിക്കുന്നു, അതിനോടൊപ്പം റോഡ് വിപുലീകരിക്കുന്നു, അതിർത്തികളിലേക്കുള്ള ടൂറിസം പോലും ഇന്ന് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ചും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള തന്ത്രം പയറ്റുമ്പോൾ അതിനെ ഒരു മറുപണി കൊടുക്കാൻ ഇന്ത്യ എന്നേ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിർത്തിയിൽ ഗ്രാമങ്ങളിൽ ചൈനീസ് പൗരന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്ക ഇത് ഇന്ത്യക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർ പട്ടാളക്കാരാണോ സാധാരണ ജനങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടുമില്ല. പക്ഷേ അതിനൊക്കെ ബദലായി തന്നെ അതിർത്തി ഗ്രാമങ്ങൾ, ഇന്ത്യയുടെ അതിർത്തികളെല്ലാം തന്നെ നമ്മൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിൽ വികസനം എത്തിച്ചിട്ടുണ്ട്, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രതിരോധ തന്ത്രം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.